ഇനി നമ്മൾ ആറന്മുളയിലേക്ക് പോകുന്നതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വീടാണുള്ളത്. അവിടെയും റെയ്ഡ് നടക്കുകയാണ്. അവിടെ നിന്ന് ഷിജോ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഷിജോ, 4 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരം? അതേ സ്കെയിൻ 3.5 മണിക്കൂർ പിന്നിടുകയാണ്. ഇ ഡി ഇപ്പോൾ ആറന്മുള പത്മകുമാറിന്റെ വീട്ടിൽ നടത്തുന്ന റെയ്ഡ് അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി കടന്നിട്ടുള്ളത്. ഇ ഡി ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള അന്വേഷണം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ വളരെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ചുകൊണ്ട് റെയ്ഡ് നടത്താൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ ഇ ഡി കോടതിയിൽ സമർപ്പിക്കുകയും അതിന് ഇ ഡി അനുവാദം കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും വീട്ടിലേക്ക് ഇ ഡി സംഘം പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീടിന്റെ മുമ്പിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു വാഹനത്തിൽ ഫോർച്യൂണർ വാഹനത്തിലാണ്, ഡൽഹി രജിസ്ട്രേഷൻ ഫോർച്യൂണർ വാഹനത്തിലാണ് 5 പേരടങ്ങുന്ന ഇ ഡി സംഘം ഇവിടേക്ക് വന്നത്. അവർക്കൊപ്പം മറ്റൊരു വാഹനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും 5 പേരടങ്ങുന്ന ഇ ഡി സംഘം ഇപ്പോൾ ആറന്മുളയിലുള്ള പത്മകുമാറിന്റെ കീച്ചമ്പറമ്പിൽ വീട്ടിൽ പരിശോധന തുടരുകയാണ്. അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള പല രേഖകളും ഒരുപക്ഷെ ഇവിടുന്ന് ഇടിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടി അവർ ഇരിക്കുന്നുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് പോകുന്നില്ല, പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പത്മകുമാറിന് ഒരു സംരക്ഷണ കവചം പല കോണുകളിൽ നിന്ന് ഒരുക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ് ആദ്യഘട്ടത്തിൽ. പക്ഷേ ഇ ഡിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇ ഡി എല്ലാവരെയും ഒറ്റ ത്രാസിൽ നിന്നുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തൊക്കെ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.